അതായത് തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയായ അതെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിൽ സുഹൃത്ത് ഒളിവിലായിരുന്നു. ആ കേസിൽ ഇപ്പോൾ ആ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടു IB എന്നുള്ളതാണ് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പുതിയ വിവരം അല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് കൂടെ ചേരുന്നുണ്ട്. കമലേഷ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് അറിയേണ്ടത്. ആ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണോ? ശരത്, തീർച്ചയായും അത്തരമൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ IB കടന്നിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇയാൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയതിന് പിന്നാലെ വീട്ടുകാരാണ് ഇത്തരത്തിൽ ഒരു ആൺ സുഹൃത്തിന് ഇതിൽ ബന്ധമുണ്ട് എന്ന ആരോപണവുമായി രംഗത്തെത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുഗാന്ത് സുരേഷിലേക്ക് അന്വേഷണം എത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഇയാളുടെ വീട്ടിലടക്കം നടത്തിയ പരിശോധനയിൽ ചില ഡിജിറ്റൽ തെളിവുകളടക്കം സുഗാന്ത് സുരേഷിനെതിരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് കുറ്റങ്ങൾ, അതായത് ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചു, അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു, ഈ രണ്ട് കേസുകളിലാണ് ഇയാളെ പ്രതി ചേർത്തത്. ഇത്തരത്തിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെയാണ് IB ഇയാൾക്കെതിരെ ഒരു അച്ചടക്ക നടപടി എന്നുള്ള നിലയിൽ ഇയാളെ ഈ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടുന്ന ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ മാസം 24 കൂടിയാണ് ഈ പെൺകുട്ടി ഈ IB ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ പേട്ട റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബം വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തി. ഇവരെ സാമ്പത്തികമായി അടക്കം വലിയ തരത്തിൽ ചൂഷണം ചെയ്യുന്ന നിലയിലേക്ക് സുഗാന്ത് സുരേഷ് പോയിട്ടുണ്ട് എന്ന ആരോപണം. പിന്നീടാണ് ഇവരെ ശാരീരികമായി അടക്കം ലൈംഗികമായി അടക്കം ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന നിലയിലേക്ക് പോലീസിന് കണ്ടെത്താൻ കഴിയുന്നത്. ഇവരെ ഈ ചില വ്യാജരേഖകൾ അടക്കം ഉണ്ടാക്കി ഇവരെ ഗർഭഛിദ്രത്തിനടക്കം ഇവർ വിധേയയാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന്റെ കണ്ടെത്തൽ പോകുന്നു. അതിനുശേഷമാണ് ഇയാൾ പ്രതി ചേർക്കപ്പെടുന്നത്. പിന്നീട് ഇത്തരത്തിലുള്ള ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ചതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നത്. ഇയാൾ കുടുംബസമേതം ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസിന് ഇനിയും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം വെച്ച് IBക്ക് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണത്. അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട IBയുടെ തീരുമാനം. അതിന്റെ വിശദാംശങ്ങളാണ് കമലേഷ്